നമസ്കാരം. ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഈ ലക്കം ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു. മണൽപ്പരപ്പിൽ ജീവിതം കോർത്തവരുടെ മോഹങ്ങളും മോഹഭംഗങ്ങളും പ്രതീക്ഷകളും നിരാശകളും ചേരുന്ന വർത്തമാന കാഴ്ചകളിലേക്ക് വിചാരങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബിസിനസ് കുടിപ്പകയുടെ പേരിൽ സ്പോൺസറുടെ ചതിയിലകപ്പെട്ട മലയാളി ജിദ്ദയിലെ ജയിലിൽ ദുരിതമനുഭവിക്കുന്നു. കണ്ണൂർ പയ്യന്നൂർ സ്വദേശി മുഹമ്മദ് നൌഷാദാണ് ഹൗസ് ഡ്രൈവർ വിസയിലെത്തി സ്പോൺസറുടെ അറിവോടെ മറ്റൊരു കൂട്ടുകാരൻ്റെ സ്പോൺസറുടെ മകനായ നൈഫുമായി ചേർന്ന് ഇന്റീരിയർ ഡിസൈൻ ജോലി ചെയ്ത് അവസാനം ബിസിനസ് ലാഭത്തിലായതിനു ശേഷം കുറച്ച് ദിവസം അവധിക്ക് നാട്ടിലെത്തി തിരികെ ഗൾഫിലേക്ക് പോയപ്പോൾ ചതിയിലകപ്പെടുത്തി ജയിലിലാക്കിയത്. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം 4 മക്കളും ഭാര്യയും മാത്രമുള്ള നൌഷാദ് ജയിലിലായതോടെ നാട്ടിൽ കുടുംബം പട്ടിണിയിലാണ്. താൻ നിരപരാധിയാണെന്നും സാമ്പത്തിക ശേഷിയില്ലാത്തതിനാൽ തനിക്ക് ജയിലിൽ നിന്നുകൊണ്ട് നിയമപരമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്നും എത്രയും വേഗം തന്നെ രക്ഷപ്പെടുത്തണമെന്നുമാണ് നൌഷാദ് ജയിലിൽ നിന്ന് ടെലിഫോണിലൂടെ ഗൾഫ് ന്യൂസ് വീക്കിനോട് പറഞ്ഞത്. ജയിൽ മോചിതനായാൽ സൗദിയിൽ നിന്നുകൊണ്ട് തന്നെ തനിക്ക് നിരപരാധിത്വം തെളിയിക്കാനാകുമെന്നും നൈഫിൻ്റെ കടം വീട്ടാനാകുമെന്നും നൌഷാദ് ജീവൻ ടിവിയോട് പറയുന്നു. ജയിലിലകപ്പെട്ടതിനെ തുടർന്ന് ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബത്തെ എങ്ങനെയെങ്കിലും ജയിൽ മോചിപ്പിക്കണമെന്നാണ് നൌഷാദിന്റെ ആവശ്യം. സൗദി നിയമങ്ങളും അറബി ഭാഷയും ഒന്നും അറിയാതെയാണ് കണ്ണൂർ പയ്യന്നൂർ അകത്തേത്തുട തെക്കേപ്പുരയിൽ മുഹമ്മദ് നൌഷാദ് ജോലിക്കാരനായ ജയപ്രകാശനും കൂടി ഹൗസ് ഡ്രൈവർ വിസയിൽ സൗദിയിലെ തായിഫിലെത്തിയത്. ഇന്റീരിയർ ഡിസൈനറായ നൌഷാദിനോട് സ്പോൺസറായ ഹമൂദ് മഹ്മൂദ് തുവാരിഖി വാഗ്ദാനങ്ങൾ ഒരുപാട് നൽകിയിരുന്നു. വന്നിറങ്ങിയ 1 മാസം കൊണ്ട് സ്പോൺസറിന്റെ ബെഡ്റൂം സെറ്റ്, സീലിംഗ് ഫുൾ വർക്ക് നൌഷാദിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. വർക്ക് കഴിഞ്ഞതിന് ശേഷം ശമ്പളവും തരാതെ അദ്ദേഹം പറഞ്ഞത് പുറത്തുപോയി പണിയെടുക്കുവാനും സ്പോൺസറിന് മാസം 1000 റിയാൽ തന്നാൽ മതിയെന്നുമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്നുമാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നൌഷാദ് അറിയാവുന്ന തൊഴിൽ തന്നെ ചെയ്യാമെന്നുറപ്പിച്ചു. അബ്ദുൾ സലാം എന്ന ഒരു കൂട്ടുകാരന്റെ സഹായത്തോടെ സലാമിന്റെ സ്പോൺസറുടെ മകൻ നൈഫുമായി സംസാരിച്ച് ബിസിനസ് പാർട്ട്ണറായി. കാര്യങ്ങൾ തന്റെ സ്പോൺസറിന്റെ അടുത്ത് സംസാരിച്ചു. അദ്ദേഹം മാസം 2000 റിയാൽ ആവശ്യപ്പെടുകയും ഫാക്ടറി തുടങ്ങാൻ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ ഒരു പഴയ വീടും നൽകി. അങ്ങനെ നൌഷാദും നൈഫും കൂടി ഫാക്ടറിയിൽ ആവശ്യമായ എല്ലാ മെഷീനറികളും മറ്റൊരു സൗദി പൗരനിൽ നിന്നും 2 കാർപ്പന്റർ വിസയും 1 ഹൗസ് ഡ്രൈവർ വിസയും വാങ്ങി അവർ ബിസിനസ് ആരംഭിച്ചു. മാസം 30,000 മുതൽ 35,000 വരെ വരുമാനമുണ്ടായിരുന്നു. എല്ലാ മാസവും ലാഭത്തിന്റെ പകുതി നൈഫിന് നൽകുകയും 2000 സൗദി റിയാൽ നൌഷാദിന്റെ സ്പോൺസർ ഹമൂദ് മെഹ്മൂദ് തുവാരിഖിക്ക് നൽകുകയുമായിരുന്നു പതിവ്. അതിനു പുറമെ നൈഫിന്റെയും അദ്ദേഹത്തിന്റെ സഹോദരന്റെയും വീട്ടിലെ മൊത്തം ഇന്റീരിയർ വർക്കും ചെയ്തു കൊടുത്തു. നല്ല രീതിയിൽ ബിസിനസ് അങ്ങനെ മുന്നോട്ടു പോകവേ ഫാക്ടറിയിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് നൌഷാദ് ഒരു സൂപ്പർ മാർക്കറ്റിന്റെ പാർട്ട്ണറുമായി. മാസങ്ങൾക്ക് ശേഷം വരുമാനമായപ്പോൾ ഫാമിലിയെ സൗദിയിലേക്ക് കൊണ്ടുവരാനുള്ള ആഗ്രഹമായി. അതാണ് ഇന്ന് നൌഷാദ് ജയിലിൽ കിടക്കാൻ കാരണമായത്. വന്നിട്ട് ഞങ്ങൾക്ക് വർക്ക് അറിയുമെന്നുള്ള ഒരു ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ അയാൾ നടത്തി. അയാളുടെ വീടിന്റെ ബെഡ്റൂമിന്റെ വർക്കൊക്കെ നടത്തി. അതൊക്കെ നടത്തി 2 മാസമായിരുന്നു. ഞാനും ഈ ജയപ്രകാശ്, നിങ്ങൾ 2 മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ 2 കൂടി വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങി എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങേര് പറഞ്ഞു, എനിക്ക് നിങ്ങളെ പണി ഇഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ പുറത്തു പോയിട്ട് പണിയെടുത്തു. പണി ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, അത് പുറത്തു പോയിട്ട് പണിയെടുത്തു എന്ന് പറയാൻ കാരണം അയാൾ നമുക്ക് കമ്പനിയും ഷോറൂമും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫസ്റ്റ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നുമില്ല, സാലറിയും ഇല്ല. സാലറി ഒക്കെ തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വേർഡ് പറഞ്ഞത്. പിന്നെ ഞാൻ എന്തൊരു വേറൊരു കൂട്ടുകാരന്റെ സഹായത്തോട് കൂടിയിട്ട് ഞാൻ എന്താക്കി, ആ സുഹൃത്തിന്റെ സ്പോൺസറിന്റെ മകനായിട്ട് ഞാനൊരു ബിസിനസ് ഡീൽ ഉണ്ടാക്കി. ഒരു പാർട്ട്ണർഷിപ്പ് ഡീൽ. അയാൾ ഇൻവെസ്റ്റ് ചെയ്യാനും ഞങ്ങൾ ബിസിനസ് ചെയ്യാനും. അങ്ങനെ ഞാൻ എന്റെ സ്പോൺസർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു, സംസാരിച്ചു, ഒക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം അയാൾ പറഞ്ഞു, ഓക്കെ കുഴപ്പമില്ല, എനിക്ക് മാസം 2000 റിയാൽ എനിക്ക് ഇവിടുത്തെ സൗദി റിയാൽ 2000 റിയാൽ തന്നാൽ മതി, ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ അറേഞ്ച്മെന്റും അയാൾ ചെയ്തുതരാം. അങ്ങനെ എന്റെ കൂടെയുള്ള ഈ നൈഫ് എന്ന് പറഞ്ഞാൽ പുതിയ സ്പോൺസർ നൈഫാണ്. സ്പോൺസർ അല്ല, പാർട്ട്ണർ നൈഫ്. പിന്നെ അദ്ദേഹമാണ് ഫുൾ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ ഫാക്ടറി അറേഞ്ച് ചെയ്ത് ഞങ്ങൾ ബിസിനസ് അങ്ങോട്ട് തുടങ്ങി. വേറെ ഞാൻ പുറത്തുനിന്ന് ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് തന്നെ പുറത്തുനിന്ന് 3 വിസ ഞാൻ വാങ്ങി. അതിലൊന്ന് എൻ്റെ അനുജനെ കൊണ്ടുവന്ന്, വേറെ 2 കാർപ്പൻറ്ററെ കൊണ്ടുവന്നു. ഒരു 7-8 മാസം നല്ല രീതിയിൽ തന്നെയാണ് പോയത്.
പിന്നെ ഞാനൊരു സൂപ്പർ മാർക്കറ്റിന് പാർട്ട്ണറായി. ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് പോയത്. മാറ്റം വന്നതെന്ന് പറയാൻ പ്രത്യേകിച്ച് ഇതിനൊരു കാരണം, ഞാൻ ഇപ്പൊ ജയിലിൽ കിടക്കാനുള്ള കാരണം, ഞാൻ നാട്ടിലേക്ക് വന്നിട്ടില്ലായിരുന്നു. ഇതിന്റെ ഇടയിൽ ഒരു 20 ദിവസത്തേക്ക് നാട്ടിലേക്ക് വന്ന് ഞാൻ തിരിച്ച് ഇവിടുത്തെ സൗദിയിലേക്ക് വന്നിട്ട് ഞാൻ സ്പോൺസർ ചെയ്യാൻ പറഞ്ഞു, എനിക്ക് എന്റെ ഫാമിലിനെ കൊണ്ടുവരണം, അതുകൊണ്ട് എന്റെ പ്രൊഫഷൻ എനിക്ക് മാറ്റണം, എനിക്ക് ഹൗസ് ഡ്രൈവറിൽ ഇനി റൺ ചെയ്യാൻ പറ്റില്ല. അതുമല്ല ഫാക്ടറിയും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എല്ലാം നിയമവിരുദ്ധമായിട്ട് ഉണ്ടായത്, കാരണം ഒന്നും ലീഗലായിട്ടല്ല, ലൈസൻസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. അപ്പൊ പുറത്തു പോയിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, കാരണം പിടിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൊഫഷൻ മാറ്റണം, പ്രൊഫഷൻ മാറ്റിയിട്ട് ലൈസൻസും കാര്യങ്ങളൊക്കെ ആക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ നായിഫിന്റെ അടുത്ത് പറഞ്ഞു. ഇപ്പൊ നായിഫ് പറഞ്ഞു, നിന്റെ നിലവിലുള്ള സ്പോൺസർ എടുത്ത് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, നീ എന്റെ പേരിലേക്ക് സ്പോൺസർഷിപ്പ് മാറിക്കഴിഞ്ഞാൽ കമ്പനിയും ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഞാൻ കുറച്ച് പ്രഷർ ചെയ്തു ഞാൻ എന്റെ കഫീന്റെ അടുത്ത്. പിന്നെ നടന്നതൊക്കെ വളരെ പെട്ടെന്നാണ്. സൗദിയിലെ നിയമങ്ങൾ നൌഷാദ് അറിയാൻ തുടങ്ങി. നിയമങ്ങൾ അറിഞ്ഞപ്പോൾ മനസ്സിലായി, ഹൗസ് ഡ്രൈവർ വിസയിൽ വന്ന തനിക്ക് ഒരിക്കലും ഫാമിലിയെ കൊണ്ടുവരാൻ കഴിയില്ലെന്ന്. ഫാക്ടറി ഉണ്ടാക്കിയതും അത് നടത്തുന്നതും സൂപ്പർ മാർക്കറ്റിന് പാർട്ട്ണറായതുമെല്ലാം നിയമവിരുദ്ധമായാണെന്ന് അപ്പോഴാണ് നൌഷാദിന് മനസ്സിലായത്. പിന്നീട് സ്പോൺസറുടെ അടുത്ത് തന്റെ പ്രൊഫഷൻ മാറ്റണമെന്നും ഫാക്ടറി സൗദി ഗവൺമെന്റ് അനുവദിച്ച സ്ഥലത്ത് ചെയ്യണമെന്നും അതിനാൽ തനിക്ക് നൈഫിന്റെ പേരിൽ തനാസിൽ വേണമെന്നും ആവശ്യപ്പെട്ടു. സ്പോൺസർ ഇത് സമ്മതിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ദുബായിൽ നിന്നും സൂപ്പർമാർക്കറ്റ് സാധനങ്ങൾ കണ്ടെയ്നറിൽ നിന്നും ഇറക്കുമതി ചെയ്യാമെന്ന് പറഞ്ഞ് കൂട്ടുകാരനും സ്പോൺസറിന്റെ ആദ്യകാല വർക്കറുമായ നിസാറും അയാളുടെ കൂട്ടുകാരൻ യാസറും നൌഷാദിനൊപ്പം പാർട്ട്ണറായി. അതിനാവശ്യമായ പണം 1,75,000 സൗദി റിയാൽ നൈഫിന്റെ കയ്യിൽ നിന്നും നൌഷാദ് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. സാധനം വാങ്ങാൻ ദുബായിലേക്ക് പോയ അവർ പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. അവർ നൌഷാദിനെ പറ്റിച്ച് മുങ്ങി. ഇത് നൈഫിനോട് സൂചിപ്പിച്ചെങ്കിലും നൈഫിന് നൌഷാദിനെ വിശ്വാസമായിരുന്നു. നൈഫിന്റെ പണം മാസാമാസം തരാമെന്ന ഉറപ്പിൽ കാര്യങ്ങൾ പിന്നീട് നീങ്ങിത്തുടങ്ങി. തനാസിലിന്റെ കാര്യം ചോദിച്ചതിനു ശേഷം സ്പോൺസറായ ഹമൂദ് മുഹമ്മദ് തുവാരിഖിയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങി. ഫാക്ടറിയിലെ വരുമാനം ഫാക്ടറി നടത്തിക്കൊണ്ടുപോവാൻ അദ്ദേഹത്തിന്റെ മകൻ പ്രാപ്തനാണെന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും. സ്പോൺസർ നൈഫിനെ വിളിച്ച് നൌഷാദിനെ എക്സിറ്റ് അടിച്ച് നാട്ടിലേക്ക് വിടുകയാണെന്ന് പറഞ്ഞു. ഇത് കേട്ട നൈഫ് ഭയന്നു. അന്ന് രാത്രി തന്നെ നൌഷാദിനെ വിളിച്ചു വരുത്തി കാര്യങ്ങളൊന്നും അറിയാതെ നൈഫ് 2 പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞു. എല്ലാം അറബി ഭാഷയിലായിരുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ നൈഫ് പറഞ്ഞത് നൌഷാദ് ആവശ്യപ്പെടുമ്പോൾ തന്ന പണമെല്ലാം നൌഷാദിന്റെ കയ്യിലുണ്ടെന്നും ആ പണത്തിലാണ് ബിസിനസ് ചെയ്യുന്നതെന്നുമാണ്. നൈഫ് പറഞ്ഞത് ശരിയാണെന്ന് കരുതി തന്നെ നൌഷാദ് ഒപ്പിടുകയും ചെയ്തു. പിന്നീട് നൈഫ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇതിപ്പം ചതിച്ചതിപ്പം പണി തന്നത് സ്പോൺസറാണ്. കാരണം സ്പോൺസറിന് ഞാനിപ്പം അകത്ത് കിടന്നാൽ മാത്രമേ അയാൾക്ക് പ്രോഫിറ്റ് ഉള്ളൂ. അതായത് ഞാൻ മുമ്പ് കൊടുത്തുകൊണ്ടുണ്ടായത് മാസം 2,000 റിയാൽ വെച്ചിട്ടാണ്. ഇന്ന് അയാൾക്ക് ഒരു ഫാക്ടറി സ്വന്തമായിട്ട് കിട്ടുകയും ചെയ്തു. പിന്നെ എന്റെ പുറത്തുണ്ടായിരുന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ല 2-3 പണിക്കാരെ ഞാൻ വേറെ വിസ വാങ്ങിയിരുന്നു. അതിൽ നിന്ന് ഒരു വിസന്റെ ആളെ അയാളെ പേരിലേക്ക് സ്പോൺസർഷിപ്പ് മാറ്റി. അങ്ങനെ എന്തൊക്കെ ചെയ്യും. ഇപ്പൊ അയാൾ ഫാക്ടറി റണ്ണിങ് ആണ്. ഇപ്പൊ അയാൾക്ക് മാസം 30-35 റിയാൽ മാസാമാസം ഇൻകം ആണ് അയാൾക്ക്. അപ്പൊ നൈഫിന് ഇത് അറിയാം. എന്തുകൊണ്ട് നൈഫ് അപ്പോ സ്പോൺസർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല? ഇല്ല, ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ കൊടുത്തിട്ടുണ്ട്. ഐ മീൻ ബിഫോർ ഒരു 1 വീക്ക് എന്നെ ഇവിടുന്ന് മക്കയിലെ കോർട്ട്, എന്നെ ഒരു ബിസിനസ് കോർട്ട് വിളിച്ചിട്ടുണ്ട്. വിളിച്ചിട്ട് എനിക്ക് ഇന്നത്തെ പേപ്പറാണ്. അപ്പൊ എനിക്ക് രണ്ടാമത്തെ കോർട്ട്, അതായത് ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും പോലീസുകാർ എന്നെ കൊണ്ടുപോകുമ്പോഴേക്കും അവിടെ ലേറ്റ് ആയിരുന്നു, ബ്ലോക്ക് ആയത് കാരണം കോർട്ട് കഴിഞ്ഞിരുന്നു. ഷർഖിയ പോലീസ് സ്റ്റേഷനിലെത്തിയ നൌഷാദിനെ ഒരു ചെറിയ കോടതിയിൽ കൊണ്ടുപോയി. അവിടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു. അവിടെ നിന്ന് പിന്നെ ത്വൈഫ് സെൻട്രൽ ജയിലിൽ കൊണ്ടുവന്നു. 1 മാസത്തിനു ശേഷം മറ്റൊരു കോടതിയിൽ ഹാജരാക്കി. കോടതിയിലെത്തിയ നൌഷാദ് ജഡ്ജിയോട് അറബി അറിയാത്തതുകൊണ്ട് തർജുമയ്ക്ക് ഒരു ഇന്ത്യൻ വ്യക്തിയെ നിർബന്ധമായും വേണമെന്ന് പറഞ്ഞു. തർജുമയ്ക്ക് ഇന്ത്യക്കാരൻ വന്നെങ്കിലും നൈഫിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അദ്ദേഹം ജഡ്ജിയോട് നുണ പറഞ്ഞോ എന്നൊന്നും നൌഷാദിന് അറിയില്ല. ജഡ്ജി പിന്നീട് ശിക്ഷയാണ് വിധിച്ചത്. ജഡ്ജി 2 കാര്യങ്ങളാണ് നൌഷാദിനോട് ചോദിച്ചത്. ഈ പേപ്പറിൽ പറഞ്ഞ തുക നീ ഈ വ്യക്തിയിൽ നിന്നും വാങ്ങിയതാണോ? രണ്ടാമത്, പേപ്പറിൽ കാണുന്ന കൈയൊപ്പ് നൌഷാദിന്റേതാണോ എന്നീ 2 ചോദ്യം മാത്രം. പിന്നെ ജഡ്ജി 5 വർഷം തടവും പിന്നീട് കാശ് തിരിച്ചു കൊടുത്തതിനു ശേഷം നാടുകടത്തലുമാണ്. തർജുമക്കാരനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വിപരീതമായാണ് ജഡ്ജിയോട് അറബിയിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നതായാണ് നൌഷാദിന് കോടതി ശിക്ഷ വിധിച്ചു തന്ന പേപ്പറിൽ നിന്ന് വ്യക്തമായത്.
തർജ്ജിമക്കാരൻ എന്തിന്റെ പേരിലാണ് തെറ്റായ മൊഴി പറഞ്ഞ് നൌഷാദിന്റെ ജീവിതം ഇരുമ്പൊഴിക്കുള്ളിലാക്കിയത് എന്ന് ഇന്നും നൌഷാദിന് അറിയില്ല. പണം കൊടുക്കാൻ ബാധ്യസ്ഥനാണെങ്കിലും ജയിലിലിരുന്നു കൊണ്ട് ഇത്രയും പണം കൊടുക്കാൻ ഒരിക്കലും സാധിക്കില്ലെന്നാണ് നൌഷാദ് പറയുന്നത്. ഇപ്പൊ നൈഫ് ഹെൽപ്പ് ചെയ്യുന്ന പ്രതീക്ഷയുണ്ടോ? നൈഫ് ഫസ്റ്റിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൈഫ് എന്റെ അടുത്ത് പറഞ്ഞു, നൌഷാദ് എനിക്കൊരു മസൂലേ വേണ്ടു. മസൂൽ മീൻസ് എനിക്കൊരു ഗ്യാരണ്ടർ. എനിക്കിപ്പോ പൈസ നിർബന്ധമില്ല, എനിക്കൊരു ഗ്യാരണ്ടർ വേണം. കാരണം നിന്നെ എങ്ങനെയും അവനെന്ത് ചെയ്യും, എക്സിറ്റ് അടിച്ച് നാട്ടിലേക്ക് വിടും. ഐ മീൻ നിന്റെ സ്പോൺസർ, ഞാൻ നിന്നെ പുറത്തേക്ക് ഇറക്കിയാലും നിന്നെ എക്സിറ്റ് അടിച്ച് നാട്ടിലേക്ക് വിടും. പക്ഷെ എനിക്കൊരു ഗ്യാരണ്ടർ വേണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പം പറഞ്ഞു നിന്റെ ആരെങ്കിലും നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുത്തിക്കണമെങ്കിൽ ഞാൻ നിനക്കൊരു വിസ തരാം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എന്റെ മോനിക്ക് ഒക്കെ വിസ എന്ന് പറഞ്ഞിട്ട് ഒരു ഹൗസ് ഡ്രൈവർ വിസ എന്ത് ചെയ്തു, നാട്ടിലേക്ക് എത്തുന്നു. അതിലെന്റെ മകൻ കയറി വന്നു. എന്റെ മകൻ കയറി വന്നു. ഇവിടെ 2 മാസം ഉണ്ടായിരുന്നു. ഈ 2 മാസം അവൻ ഇവിടെ എത്തുമ്പോഴേക്കും എന്റെ ഇവിടുത്തെ കോടതി വിധി കഴിഞ്ഞിരുന്നു. 5 വർഷമുള്ള കോടതി വിധി കഴിഞ്ഞിരുന്നു. പിന്നെ നായ്ക്കിനി മനസ്സിലായി ഇവിടുത്തെ കോടതി അവനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനായി. ഇടിഞ്ഞു വീഴാറായ വാടക വീട്ടിൽ 4 കുഞ്ഞുങ്ങളുമായി കഴിയുന്ന ഭാര്യ അസ്മയ്ക്ക് ഇനി എന്തെന്ന് പോലും അറിയില്ല. നായിഫിൻ്റെ വീട്ടിൽ, നായിഫിൻ്റെ ഏട്ടൻ്റെ വീട്ടിലെല്ലാം പണിയെല്ലാം എടുത്തു കൊടുത്തിന്. അവന് ഒരുപാടെല്ലാം അവർ പിന്നെ ഇത് മെഷീനും അത് ഇതെല്ലാം വാങ്ങിയതെല്ലാം ഈ പൈസ തന്നെ. അതൊന്നും അവർ കണക്കിലെടുക്കുന്നില്ല. അവർ ഒറ്റയടിക്ക് ഈ പൈസ വേണമെന്നാണ് പറയുന്നത്. അവർ ഒന്നും അന്വേഷിക്കാനൊന്നുമില്ല. അപ്പോൾ അവർ കൊടുത്ത പരാതി അനുസരിച്ചിട്ട് അടന്ന് വിധിച്ച് 5 കൊല്ലം ഇതും പിന്നെ പൈസ കൊടുത്തിട്ടേ തിരിച്ചു പോകാവുന്നു. അപ്പോൾ ഏത് സമയത്താണ് വരുന്നതെന്നൊന്നും അറിയില്ല. ഇപ്പം ഞങ്ങൾക്കും എൻ്റെ മക്കൾക്ക് വേറെ ഒരു വഴിയില്ല. നൗഷാദ് ഇറങ്ങിയിട്ടില്ല, ഞങ്ങൾക്ക് ഒരു വഴിയും ഇല്ല. മുമ്പിൽ മരണേ ഉള്ളൂ ഞങ്ങൾക്കും മക്കൾക്കും. ഇത് വാടകക്കാണ് ജീവിക്കുന്നത്. ഇവിടെ പോലും വാടക പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ പിടിച്ച് ഇത്ര ആരും ഉണ്ടായിട്ട് ആരുമില്ല. നൗഷാദേ ഉള്ളൂ. ഞങ്ങൾ ഇതുവരെ വീടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ചിലവിൻ്റെ കാര്യത്തിലൊന്നും ഞങ്ങൾ ഇതുവരെ ബുദ്ധിമുട്ടിയിട്ടില്ല. മക്കളെ പഠിപ്പിലോ അയലയിലോ. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഏത് കൊല്ലം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഏത് സമയം വരെ ഞങ്ങൾ പട്ടിണി എടുക്കണമെങ്കിൽ എന്താക്കണ്ട്? ഒരു വഴിയില്ല മുമ്പിൽ. ആരോടാ പറയണ്ട? ഇപ്പോൾ ജീവൻ്റെ അവർ ഒരുപാട് ആൾക്കാർ രക്ഷിച്ചെന്ന് പറയുന്നേക്കുന്നത്. അതുകൊണ്ടായിപ്പോൾ ഞങ്ങൾ പറഞ്ഞു. മക്കൾക്ക് ഭക്ഷണം നൽകാനും വാടക നൽകാനും വഴിയില്ലാതെ വളരെ കഷ്ടപ്പെടുകയാണ് നാട്ടിൽ കുടുംബം. ഹസ്ബൻഡ് വിളിച്ച് ഞങ്ങൾക്ക് വഴിയില്ല, ഇവിടെ പൈസ കൊടുക്കാണ്ട് ഇറങ്ങാൻ പറ്റൂല. അവർ എൻ്റെ തെറ്റെന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ആരും ചോദിക്കാനുമില്ല, ആരും അന്വേഷിക്കാനുമില്ല, ഒന്നുമില്ല. അവർ എപ്പോഴും അവനെ വിടുന്ന ആ സമയത്ത് വരാൻ പറ്റും. ഇപ്പം ഇങ്ങനെയാണ് വിധി വന്നിട്ടുള്ളത്. 5 കൊല്ലം അവിടെ കടക്കാനും. പിന്നെ ഏത് കാലത്ത് പൈസ കൊടുക്കുന്നു അതെല്ലാം ഈ നായിഫ് എന്ന് അറബി ഒപ്പിട്ട് കൊടുത്താൽ 5 കൊല്ലത്തേക്ക് ശേഷം അറബി ഒപ്പിട്ട് കൊടുത്താൽ തിരിച്ച് വരാൻ പറ്റും. ഇങ്ങനെ ഇപ്പോൾ പറയുന്നുള്ളൂ. ഇപ്പം ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. ഞാനും 4 മക്കളുണ്ട്. ഒരു മോള് കെട്ടിക്കാനായി വലുതായിക്കൊണ്ട് വന്നു. ഒരു മക്കളെ പഠിപ്പിൻ്റെ കാര്യത്തിലോ ഒന്നിലും ആരുമില്ല അന്വേഷിക്കാൻ. നൗഷാദല്ലാതെ 15 കൊല്ലമായി വാടകയ്ക്ക് ഇരിക്കുന്നു. വാടക ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ വാടക ഒന്നും കൊടുത്തിട്ടാ ഞാൻ വന്നിട്ട് പറഞ്ഞു വാടക വീട്ടിൽ ഞങ്ങൾക്ക് വീട് വിൽക്കണം, നിങ്ങൾ ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സത്യം അവർക്ക് അറിയാം ഞങ്ങൾക്കൊന്നും ഇല്ലയെന്നറിയാം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞപ്പോൾ പറഞ്ഞ് ഇപ്പോൾ അവർ അവൈകാര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വേറെ ഒരു വഴിയില്ല. പിന്നെ ഈ മോളെല്ലാം കൊണ്ട് ഞാൻ എവിടെ ഇറങ്ങി പോകേണ്ടത്? ഇപ്പം എന്നെ വീട്ടുകാർ അറിയാത്തതുകൊണ്ട് അവരും അറിയാണ്ട് കല്യാണം കഴിച്ചതുകൊണ്ട് അവരും സ്വീകരിക്കുന്നില്ല. പിന്നെ ഞാൻ എന്താക്കണ്ടേ? മുമ്പിൽ ഒരു വഴിയുമില്ല സാർ. എനിക്ക് നൗഷാദ് ഇറങ്ങി കിട്ടിയാലേ ഞങ്ങൾക്ക് ജീവിതമുള്ളൂ. ഞങ്ങൾക്ക് മരണേ ഉള്ളൂ. മുമ്പ് വേറെ ഒന്നുമില്ല. ഇപ്പം ഇവിടുന്ന് പോയിട്ട് 1.5 കൊല്ലത്തിൻ്റെ അടുത്തായിട്ടു. ഇപ്പോൾ 7 മാസമായി പുള്ളിലിട്ട് ജയിലിൽ കിടക്കുന്നു. ഇപ്പം ആർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവും. അവിടെ പോയിട്ട് അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് അന്വേഷിച്ചാലേ അതെല്ലാം എടുത്താലേ എല്ലാം അറിയാൻ പറ്റുള്ളൂ. എല്ലാവരും വിചാരം അങ്ങനെ പൈസ മുക്കി അങ്ങനെ പറയുന്നുള്ളൂ. ഇതൊന്നും അറിയില്ല. ഇപ്പം ഞങ്ങളുടെ അവസ്ഥ എന്തെന്നും ആർക്കും ഒന്നും അറിയില്ല. അതിനത് ഞാൻ ജീവൻ ടി വി കണ്ട് നിങ്ങൾ ഒരുപാട് ആളെ രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ജീവൻ ടി വിക്കാർക്ക് ഞാൻ അറിയിച്ചതും ഇങ്ങനെ വന്നു ഇങ്ങനെയെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും അത് നൗഷാദ് എന്ന വ്യക്തി ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു തരുന്നു. ഞങ്ങൾക്ക് വേറെ വഴിയില്ല. നൗഷാദിന്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കൊടുക്കാനുള്ള പണത്തിന് സാവകാശവും പുറത്തിറങ്ങി ജീവിക്കാനുള്ള അനുവാദവും നൽകണമെന്നാണ് നൗഷാദ് പറയുന്നത്. 1,75,000 വാങ്ങിയതും ഫാക്ടറിക്ക് ആവശ്യമായി വന്ന തുകയായ 2,15,000 സൗദി റിയാലിന് തുല്യമായ മെഷീനറീസും ഫാക്ടറിയിൽ ഇപ്പോഴും ഭദ്രമാണ്. ആ ഫാക്ടറിയും മെഷീനറീസുമെല്ലാം സ്പോൺസറിന്റെ കയ്യിലുമാണ്. തന്റെ കണക്കനുസരിച്ച് വെറും 75,000 റിയാൽ മാത്രമേ ഇനി പരാതിക്കാരന് നൽകാനുള്ളൂ എന്ന് നൗഷാദ് പറയുന്നു. നൈഫും നൗഷാദും സ്പോൺസറും പരസ്പരം അറിഞ്ഞു ചെയ്ത ബിസിനസ്സിൽ ഒറ്റയ്ക്ക്
താൻ എങ്ങനെ കുറ്റക്കാരനാകുമെന്നാണ് നൌഷാദ് ചോദിക്കുന്നത്. ഒരു അന്വേഷണം നടത്തിയാൽ ഇതെല്ലാം തെളിയുമെന്ന് പറയുന്ന നൌഷാദ് ജീവിതത്തിൽ എവിടെയും കാലുറയ്ക്കാത്ത 4 പിഞ്ചുമക്കളുള്ള ഒരു ചെറിയ കുടുംബത്തെ പോറ്റാൻ ദയവ് ചെയ്ത് ജീവിക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ട്വിറ്ററിലൂടെയും മറ്റും സുഷമ സ്വരാജിനും പരാതി നൽകി എംബസിയെയും സമീപിച്ചു. പക്ഷേ ഇതുവരെ ഒരു കരുണയും ഉണ്ടായില്ല. എന്റെ അനുജനുണ്ടായിരുന്നു ഇവിടെ. എന്റെ അനുജനും എന്റെ മകനും ആവശ്യത്തിലേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായത് എന്റെ ഒരു ഡ്രൈവർ റഫീഖ് ഉണ്ടായിരുന്നു. ഡ്രൈവർ എന്നിട്ട് എന്റെ ഒരു പാർട്ട് ടൈം ജോബായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു റഫീഖ്. അവരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പക്ഷെ അവൻ ഹെൽപ്പ് ചെയ്തതിലുപരി എനിക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ന്യൂസ് എന്നെ ചതിച്ചതും പിടിച്ചതൊക്കെ റഫീഖ് എന്നുള്ളതാണ്. റഫീഖും എന്റെ സ്പോൺസറും കൂടിയിട്ട്, കാരണം അവനൊക്കെ 9 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നന്നായിട്ട് അറബി ഭാഷ നന്നായിട്ട് അറിയാം. അവനിവിടെ നിലവിലെ ഹൗസ് ഡ്രൈവർ 1500 റിയാലിന് സാലറി ചെയ്ത് വർക്ക് ചെയ്തുണ്ടായതാണ്. അപ്പൊ അവനിപ്പോ കല്യാണമൊക്കെ കഴിച്ചു, പ്രാരാബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ സ്പോൺസർ അവനായിട്ട് കൂട്ടുപിടിച്ചിട്ട് അവൻ മാനേജറായിട്ടും ഈ സ്പോൺസറിന്റെ മകൻ ബിസിനസ് റൺ ചെയ്യാനുള്ള ഒരു ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. എന്നെ ഈ നായിഫ് കംപ്ലൈന്റ് ചെയ്തില്ലെങ്കിൽ, ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ലെങ്കിലും, ഞാൻ ഈ ഫാമിലിനെ കൊണ്ടുവരുന്ന ആവശ്യം പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിലും ഞാൻ ഉള്ളിലാകുമായിരുന്നു. അതിന് കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. അതായത് എന്നെ എങ്ങനെയും കൈക്കുഴിയിലാക്കിയിട്ട് എന്നെ കോടതി ജയിലിലേക്ക് എത്തിക്കും എന്റെ സ്പോൺസർ. ഞാൻ ഒരുപാട് മെസ്സേജ് ഫോൺ വഴി, എന്റെ സുഹൃത്ത് വഴിയും, എന്റെ നാട്ടിലുള്ള 2-3 സുഹൃത്ത് വഴിയും, ഞാൻ സുഷമ സ്വരാജ് ഇങ്ങനെയുള്ള ഒരുപാട് നരേന്ദ്രമോദി ഇവരുടെയൊക്കെ ട്വിറ്റർ വഴിയും ഇവരുടെ ഫേസ്ബുക്ക് വഴിയും ഞാൻ ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളും ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. സുഷമ സ്വരാജ് മാഡം എനിക്ക് റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ എംബസി ആയിട്ട് ഇടപെടാൻ മറ്റേത് അങ്ങനെ ആക്കാൻ ഇങ്ങനെ ആക്കാൻ. പക്ഷെ ഒരു റിപ്ലൈ അല്ലെങ്കിൽ ഇവിടുത്തെ എംബസിന്റെ ഒരാൾ പോലും ഇവിടെ വന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ജയിലിൽ നിന്ന് ഇറക്കണമെന്നും ഇനി എന്തെന്നറിയാതെ പകച്ചു നിൽക്കുന്ന കുടുംബത്തെ രക്ഷപ്പെടുത്താൻ സഹായിക്കണമെന്നും ജീവൻ ടിവിയോട് ജയിലിൽ നിന്ന് ടെലിഫോണിലൂടെയാണ് നൌഷാദ് പറഞ്ഞത്. ഫാമിലി വളരെ വളരെ മോശമായ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഫാമിലി അവിടെ ഉള്ളത്. കാരണം ഞാനിപ്പോ അവിടെ താമസിക്കുന്ന വാടകയ്ക്കാണ്. വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതിന്റെ ഹൗസ് കൊണ്ടുവരുന്ന അവിടെ നിന്ന് ഇറങ്ങിപ്പോണെന്നൊക്കെ, ഞാൻ ജയിലിലാണെന്ന് നാട്ടിലെല്ലാവരും അറിഞ്ഞു. അങ്ങനെ പൈസയൊക്കെ മുക്കിയിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ നാട്ടിലത്തെ റിസൾട്ട് അല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് റിസൾട്ട് കേട്ട് ഇപ്പൊ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോണെന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻസിലൊക്കെയാണ് നിൽക്കുന്നത്. എന്നെ ജീവിക്കാൻ അനുവദിക്കുക, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ. കാരണം 5 കൊല്ലവും അതിനകത്ത് അത് കഴിഞ്ഞിട്ട് 4 ലക്ഷം രൂപ റിയാലും ഒരു ഇന്ത്യക്കാരെന്നല്ല ഒരാൾക്കും ജയിലിന്റെ അകത്ത് നിന്നിട്ട് കൊടുക്കാൻ പറ്റുന്ന പൈസ അല്ല. പിന്നെ ഈ ഇവിടുത്തെ കോടതി ഒരു അന്വേഷണം നടത്തിയാൽ ഇവിടെ തന്നെ ഉണ്ട് പണം, അല്ലാണ്ട് പുറത്തെവിടെയും പോയിട്ടില്ല. ഞാൻ എന്താ പറയുക, ചതിച്ചിട്ട് സാധാരണ ഒരു ചീറ്റിംഗ് കേസ് എന്ന് പറയുന്നത് ചതിച്ചിട്ട് നാട്ടിലേക്ക് അയക്കുക, അല്ലെങ്കിൽ നാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരാതിരിക്കും. ഇതൊക്കെയാണ് ചീറ്റിംഗ്. എന്റെ ഇൻവെസ്റ്റ്മെന്റ്, എന്റെ ബിസിനസ് ഇവിടെ തന്നെ ഉണ്ട്. എന്റെ ഫാക്ടറി ഉണ്ടായിരുന്നു, എന്റെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, എന്റെ ബിസിനസ്, എന്റെ വീട്, ഞാൻ ഇവിടെ വീടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ എല്ലാ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊന്നും ചതിച്ചതോ അല്ലെങ്കിൽ മറ്റെന്താ പറയുക ഒരു ചീറ്റിംഗ് മെന്റാലിറ്റിയിൽ വന്നതോ അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടാക്കിയത് അങ്ങനെയല്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു കുറെ ജീവൻ എന്താവും അതിൻ്റെ അകത്ത് രക്ഷപ്പെട്ടു പോകും. ഇവിടെ ആരോടും പറയാൻ പറ്റുന്നില്ല. ഇവിടെ ഒന്നും കണ്ടീഷൻസ് അങ്ങനെയാണ്, ആരോടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഈ ഒരു ജീവൻ ടിവിയുടെ പ്രതീക്ഷ മാത്രമേ ഇപ്പോഴുള്ളൂ. കാരണം ഇതിന്റെ അപ്പുറത്തെ ഒരു പ്രതീക്ഷ ഈ ജയിലിന്റെ അകത്ത് ഉണ്ടാവില്ല. കാരണം ഞാൻ ഇവിടെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഞാൻ മാത്രമല്ല, ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് പല കേസിൽ വന്ന് കിടക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ ആകെ ഒന്നേ പറയാനുള്ളൂ, പള്ളിയിൽ പോവാ, നിസ്കരിക്കുക, ദ്വാരക്കുക. അള്ളാഹിനോടല്ലാതെ ദൈവത്തിനോടല്ലാതെ വേറെ ചോദിക്കാൻ പറ്റില്ലെന്നാണ് ഇവിടുന്ന് ഇതുവരെ കിട്ടുന്ന റിസൾട്ട്. ജീവന്റെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട്. കാരണം ഓരോ ദിവസങ്ങൾ കഴിയും തോറും വളരെ മോശമായ അവസ്ഥയിലാണ് ഫാമിലിയുടെ കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഉള്ളത് പെൺകുട്ടികളാണ്, പിന്നെ ഒരു മോനാണ്. നിങ്ങൾ അവിശ്വസിച്ച് ചിലപ്പോൾ തന്നെ ഉണ്ടാവും. എന്റെ വീടിന്റെ കണ്ടീഷൻ വളരെ മോശമാണ്. അടുത്ത മഴക്കാലം വന്നാലുള്ള പ്രശ്നങ്ങൾ ഒരുപാടാണ്. വീട്ടിലെ ചോർന്നുകൊണ്ടിരിക്കുന്ന വീടാണത്. ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് ഉള്ളത്. ഒരുപാട് എന്താ പറയണ്ടേ പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ഇവിടെ ഏകദേശം തീർന്നുകൊണ്ടിരുന്നതായിരുന്നു. ചിലപ്പോൾ ദൈവത്തിന് അത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. ഗൾഫ് നാടുകളിലെ നിയമവശങ്ങളും മറ്റും അറിയാതെ നൌഷാദിനെ പോലെ എത്രയോ പേർ ഇപ്പോഴും ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നു. കുടുംബത്തെ പോറ്റാനായി നിരവധി സ്വപ്നങ്ങളുമായി വിമാനം കയറുന്നവർ ചതിക്കുഴികളാണ് അവിടെ കാത്തിരിക്കുന്നതെന്ന് അറിയുന്നേയില്ല. ഗൾഫ് ന്യൂസ് വീക്ക് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, വിസ റാക്കറ്റുകളുടെയും വ്യാജ റിക്രൂട്ടിംഗ് ഏജന്റുകളുടെയും ചതിക്കുഴിയിൽ അകപ്പെടാതിരിക്കുക. ശരിയായ പാസ്പോർട്ടോ മതിയായ രേഖകളോ ഇല്ലാതെ ഗൾഫിലേക്ക് വിമാനം കയറരുത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഹജ്ജ് വേളയിൽ മിനായിലെ തിക്കിലും തിരക്കിലും പെട്ട് അവിടെ വെച്ച് മരണമടഞ്ഞ
കരുനാഗപ്പള്ളി സ്വദേശിയായ മുഹമ്മദ് ഷാഫി ആമിന ദമ്പതികളുടെ മക്കൾ പ്രവാസത്തോട് വിട പറഞ്ഞു. +2 വിദ്യാർത്ഥിയായ ഫാത്തിമ, 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഫർസാന, 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ എഹിയ എന്നിവരാണ് പ്രവാസത്തോട് വിട പറഞ്ഞത്. മാതാപിതാക്കൾ മരിച്ചതോടെ അനിശ്ചിതാവസ്ഥയിലായ കുട്ടികളെ ഷാഫി ജോലി ചെയ്തിരുന്ന കമ്പനിയും പ്രവാസി കൂട്ടായ്മയായ മൈത്രിയും ഏറ്റെടുക്കുകയായിരുന്നു. മൈത്രിയുടെ വികാരനിർഭരമായ യാത്രയയപ്പാണ് കുട്ടികൾക്ക് നൽകിയത്. റിയാദിലെ ഹെർഫി ഫുഡ്സ് കമ്പനിയുടെ റെസ്റ്റോറന്റുകളിലെ ഏരിയ മാനേജറായിരുന്നു മുഹമ്മദ് ഷാഫി. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതോടെ അനിശ്ചിതാവസ്ഥയിലായ കുട്ടികൾക്ക് ഷാഫി ജോലി ചെയ്തിരുന്ന കമ്പനിയും കരുനാഗപ്പള്ളി കൂട്ടായ്മ മൈത്രിയും സഹായവുമായി രംഗത്തുണ്ടായിരുന്നു. ദുരന്തത്തിന് ശേഷം കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ അധ്യയന വർഷം തീരുന്നതുവരെ വിസ നീട്ടിക്കിട്ടുന്നതിന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതി വാങ്ങി. മിന ദുരന്തമുണ്ടായത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 25-നായിരുന്നു. അടുത്ത ദിവസം ആമിന മരിച്ചതായി സ്ഥിരീകരിച്ചു. ഡിസംബർ 2-ന് DNA പരിശോധനയിലൂടെയാണ് മുഹമ്മദ് ഷാഫിയും മരിച്ചതായി സ്ഥിരീകരിച്ചത്. മാതാപിതാക്കൾ മരിച്ചതോടെ കുട്ടികളുടെ സംരക്ഷണത്തിന് വല്യുമ്മ സുഹ്റയും ആമിനയുടെ സഹോദരന്റെ ഭാര്യ റഹ്മത്ത് അഫ്സലും നാട്ടിൽ നിന്ന് എത്തിയിരുന്നു. കോട്ടയം കുടമാളൂരിൽ ബന്ധുക്കളോടൊപ്പം താമസിച്ച് തുടർ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനാണ് കുട്ടികൾ കേരളത്തിലേക്ക് മടങ്ങിയത്. റിയാദിലെ കരുനാഗപ്പള്ളിക്കാരുടെ കൂട്ടായ്മയായ മൈത്രിയുടെ 10ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായ കുടുംബസംഗമത്തിലാണ് യാത്രയയപ്പ് നടന്നത്. മൈത്രി കൂട്ടായ്മ 10ാം വാർഷികത്തോടനുബന്ധിച്ച് വികാരനിർഭരമായ യാത്രയയപ്പാണ് കുട്ടികൾക്ക് ഒരുക്കിയത്. യോഗം നാസർ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. സിറ്റി ഫ്ലവർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഫസൽ റഹ്മാൻ മുഖ്യാതിഥിയായിരുന്നു. നോർക്ക സൗദി ജനറൽ കൺസൾട്ടന്റ് ഷിഹാബ് കൊട്ടുകാട് മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി ഷംനാദ് കരുനാഗപ്പള്ളി സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം പ്രസിഡന്റ് നാസർ കാരന്തൂർ, നിയാസ് ഒമർ, മജീദ് ചിങ്ങോലി, സെയ്ഫുദ്ദീൻ, കമറുദ്ദീൻ തഴവ, നസീർ ഖാൻ, ഷെഫീഖ് പുള്ളിയിൽ, മൈമൂന ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മൈത്രിയുടെ ഉപഹാരം മജീദ്, നിയാസ് ഒമർ, റജീന എന്നിവർ ഫാത്തിമയ്ക്കും, ഷാനവാസ് മുനമ്പത്ത്, സക്കീർ, ഷാലിമാർ, അബ്ബാസ് എന്നിവർ ഫർസാനയ്ക്കും, ഷംനാദ് കരുനാഗപ്പള്ളി, നസീർ ഖാൻ, ഷാദിഖ് എന്നിവർ യഹിയ്ക്കും കൈമാറി. PRCയുടെ ഉപഹാരം ഷിഹാബ് കൊട്ടുകാടും, സിറ്റി ഫ്ലവറിന്റെ ഉപഹാരം ഫസൽ റഹ്മാനും, അൽമാസിന്റെ ഉപഹാരം അഷ്റഫും നിസാർ പള്ളിക്കശ്ശേരിയിലും ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ചടങ്ങിൽ റിയാദിലെ സാമൂഹിക, സാംസ്കാരിക, വ്യവസായ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. റഹ്മാൻ മുനമ്പത്ത്, നൌഫൽ, മുരളി മണപ്പള്ളി, കബീർ പാവുബ, മൻസൂർ, ബാലുക്കൂട്ടൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിന്റെ ഈ ലക്കം സമാപിച്ചു. പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു. ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: പ്രൊഡ്യൂസർ, ഗൾഫ് ന്യൂസ് വീക്ക്, ജീവൻ TV, പാലാരിവട്ടം, കൊച്ചിൻ 25. ഞങ്ങളുടെ മെയിൽ ID gulfnewsweek@jivan.tv. ടെലിഫോൺ നമ്പർ 0484233115 അല്ലെങ്കിൽ 0484238116. ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്ക് വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.